നമ്മളൊക്കെ പരസ്പരം കുടുംബങ്ങളാകുന്ന, നാളെ റബ്ബിന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരുപാട് ഹലാലായ ബന്ധങ്ങളിലേക്ക് എത്തിപ്പെടുന്ന അനുഗ്രഹീതമായൊരു ഇബാദത്ത് എന്ന നിലക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വൈവാഹിക ജീവിതത്തെ ഈ സമൂഹത്തിന് പരിചയപ്പെടുത്തിയത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല കൽപ്പിച്ചതും യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. മനുഷ്യരെ, നിങ്ങളെ പടച്ച റബ്ബ് വ്യത്യസ്ത ഗോത്രത്തിലും കുടുംബത്തിലുമൊക്കെ ജനിപ്പിക്കാനുള്ള കാരണം നിങ്ങൾ ആ ഗോത്രത്തിന്റെയും കുടുംബത്തിന്റെയും പവറും പത്രാസും കാണിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ റബ്ബ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ റബ്ബ് വിശ്വസിച്ചേൽപ്പിച്ച ബന്ധങ്ങളെ ഏറ്റവും മനോഹരമായി കൊണ്ടു നടക്കുന്ന ആളുകളെയാണ്. ഒരിക്കൽ മദീന പള്ളിയിൽ വെച്ചൊരു വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് സഹാബാക്കൾക്ക് ആഗ്രഹമുണ്ട്, ആ ചർച്ചയുടെ അവസാനം ഞങ്ങളെ നബി ആരെയെങ്കിലും അത് ഏൽപ്പിക്കും. ആ പ്രതീക്ഷയിൽ ഓരോ സഹാബത്തും കാത്തിരിക്കുമ്പോ ആ സദസ്സിന്റെ പിൻഭാഗത്തിരിക്കുന്ന അംറുവിന് ആ റളിയല്ലാഹുവിനെ കൈയുയർത്തി വിളിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, അംറേ, ഈ കാര്യം ഞാൻ താങ്കളെയാ ഏൽപ്പിക്കുന്നത്. ഇക്കണ്ട മഹാരഥന്മാരായ സഹാബാക്കളിൽ നിന്ന് നബി തങ്ങൾ എന്നെയാണല്ലോ തെരഞ്ഞെടുത്തത് എന്ന സന്തോഷത്തോടുകൂടി അംറുവിന് ആ റളിയല്ലാഹു ചോദിച്ചു, റസൂലേ, ഈ ഇരിക്കുന്ന ജനങ്ങളിൽ താങ്കൾക്ക് ആരോടാ മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം? മുഴുവൻ സഹാബാക്കളും നബി തങ്ങളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുക. നബി തങ്ങളുടെ നാവുകളിലൂടെ ഇപ്പൊ പേര് അംറിൻ്റെത് വരും. അതുകൊണ്ടാണല്ലോ അംറിനെ റസൂലുള്ള ആ കാര്യം ഏൽപ്പിക്കാനുള്ള കാരണം എന്ന ചിന്തയിൽ സഹാബാക്കളൊക്കെ നിൽക്കുമ്പോ പുഞ്ചിരിയോടെ ചോദിച്ച അംറിന്റെ മുഖത്ത് നോക്കിയിട്ട് നബി തങ്ങൾ പറഞ്ഞു, അംറേ, എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്റെ ഭാര്യ ആയിഷ ബീവിയെയാണ്. ചോദ്യം നബി തങ്ങൾ തെറ്റിദ്ധരിച്ചോ എന്ന സങ്കടത്താൽ വീണ്ടും അംറുബിന് റളിയല്ലാഹു ചോദിച്ചു, റസൂലേ, ഞാൻ അതല്ലായിരുന്നു ഉദ്ദേശിച്ചത്. ഈ ആണുങ്ങളെ കൂട്ടത്തിൽ താങ്കൾക്ക് ആരോടാ ഏറ്റവും ഇഷ്ടം? മുഴുവൻ സഹാബാക്കളും നബി തങ്ങളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോ വലതുഭാഗത്തിരിക്കുന്ന സിദ്ദീഖുൽ അക്ബറിന്റെ തോളത്ത് പതുക്കെ രണ്ട് തട്ട് തട്ടിയിട്ട് നബി തങ്ങൾ പറയും, ആയിഷ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ആയിഷയുടെ വാപ്പ അബൂബക്കർ. ഇതായിരുന്നു ലോകത്തിന്റെ നബി തങ്ങൾ കൊടുത്ത കുടുംബത്തിന്റെ സ്ഥാനം. ഇന്നെന്താ നമ്മളിൽ പലരുടെയും കുടുംബത്തിന്റെ അവസ്ഥ? മുഖത്തോട് മുഖം നോക്കാത്തവർ ഒരു ഭാഗത്ത്, മനസ്സിന്റെ പകയും വെറുപ്പും കൊണ്ടു നടക്കുന്നവര് മറുഭാഗത്ത്, തമ്മിൽ പണങ്ങിയും അലോഗ്യപ്പെട്ടും പലരുടെയും പൊരുത്തം കിട്ടാതെയും പൊരുത്തം വാങ്ങാതെയും പടച്ചോന്റെ മണ്ണിന്റെ അടിയിലേക്ക് തിരിച്ചു പോകുന്നവര് മറുഭാഗത്ത്. എത്ര കുടുംബങ്ങളാ അലോഗ്യപ്പെട്ട് ജീവിക്കുന്നത്? എത്ര പേരാ മനസ്സിന്റെ പകയും കൈകോയും കൊണ്ടടക്കുന്നത്? നാളെ പടച്ച റബ്ബിന്റെ പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിൽ വെച്ച് കുടുംബക്കാരും തസ്ബീഹും ചൊല്ലി തന്ന് സലാം പറഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ ആ പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിൽ മനസ്സമാധാനത്തോടെ കിടക്കണോ? ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ ജീവിക്കണം, ഒരു കണ്ണും അറിയിപ്പിക്കാതെ ജീവിക്കണം. മദീന മിമ്പറിൽ നിന്നൊരു ഖുതുബ കഴിഞ്ഞ് താഴത്തേക്കിറങ്ങുന്ന നബി തങ്ങൾ അരികിൽ വന്നൊരു സഹാബത്ത് ചോദിച്ചു, നബിയെ, എന്റെ ഉമ്മാക്ക് മരിക്കുന്നതിന്റെ മുമ്പ് കുറെ നോമ്പ് കടണ്ടായിരുന്നു. ആ ബാധ്യത ഉമ്മാക്ക് കബറിൽ പ്രശ്നമാവാതിരിക്കാൻ ഞങ്ങൾ എന്താ റസൂലെ ഉമ്മാക്ക് ചെയ്തു കൊടുക്കേണ്ടത്? നബി തങ്ങൾ തിരിച്ചു പറഞ്ഞു, നിങ്ങൾ ആ ഫിദിയ വിട്ടിയാൽ മതി. ഒരു കൂട്ടം സഹാബത്ത് വീണ്ടും ചോദിച്ചു, നബിയെ, ഞങ്ങളെ രക്ഷിതാക്കളിൽ ചിലര് നേർച്ച കൊടുത്തു, പക്ഷേ നേർച്ച പൂർത്തീകരിക്കാൻ പറ്റാതെ മരണപ്പെട്ടു പോയെങ്കിൽ ആ കുറ്റം ഞങ്ങളെ രക്ഷിതാക്കൾക്ക് കബറിൽ കിട്ടാതിരിക്കാൻ എന്ത് ചെയ്യണം? നബി തങ്ങൾ തിരിച്ചു പറഞ്ഞു, ഒന്നെങ്കിൽ 10 സാധുവിന് ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ 10 സാധുവിന് വസ്ത്രം കൊടുക്കണം, അല്ലെങ്കിൽ 3 ദിവസം നോമ്പനുഷ്ഠിക്കണം, അല്ലെങ്കിൽ ഒരടിമയെ മോചിപ്പിക്കണം. ആ കുറ്റം പരിഹരിക്കപ്പെടും. ഒരു പറ്റം സഹാബത്ത് വീണ്ടും ചോദിച്ചു, നബിയെ, ഞങ്ങളെ രക്ഷിതാക്കളിൽപ്പെട്ട ചിലർ തമ്മിൽ പിണങ്ങി ജീവിച്ചവരാണ്, മരിക്കുന്നത് വരെ നന്നായിട്ടില്ല. ആ പകയും വെറുപ്പും മനസ്സിൽ വെച്ചാണ് മരിച്ചു പോയതെങ്കിൽ ഞങ്ങളുടെ രക്ഷിതാക്കൾക്ക് കബറിൽ കുറ്റം കിട്ടാണ്ടിരിക്കാൻ ആ രക്ഷിതാക്കൾക്ക് ഞങ്ങൾ എന്താ റസൂലെ ചെയ്തൊടുക്കേണ്ടത്? ചോദിച്ച സഹാബത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നബി തങ്ങളെ കണ്ണു നിറയാൻ തുടങ്ങി. കണ്ണുനീരോടെ വീട്ടിൽ ചോദിച്ച സഹാബാക്കളടക്കം മുഴുവൻ സഹാബത്തിനോടും തിരുദൂതൻ തിരിച്ചു പറഞ്ഞത്, മരിച്ച വാപ്പാക്ക് വേണ്ടി നിങ്ങളൊരു പള്ളി ഉണ്ടാക്കി കൊടുക്കണം, പിണങ്ങി മരിച്ച അമ്മാക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു ഹജ്ജ് ചെയ്ത് കൊടുക്കണം എന്നല്ല. ലാ യമീന ഫീ ഖതീഅത്തു റഹ്മിൻ
കുടുംബ ബന്ധം മുറിച്ച് മരണപ്പെട്ടവർക്ക് ഒരു ഫിദിയയില്ല, ഒരു ഫിദിയയില്ല. അതുകൊണ്ട് റബീഉൽ അവ്വൽ 12 വഫാത്താകുന്ന നബി തങ്ങൾ റബീഉൽ അവ്വൽ 10 മദീനത്തെ പള്ളിയിലേക്ക് സഹാബത്തിന്റെ കൈപിടിച്ച് എഴുന്നതുപോലെ തോളിൽ കയറി വന്നു. മദീന പള്ളിയുടെ 1ാമത്തെ പടിയിലിരുന്ന് മുൻഭാഗത്തിരിക്കുന്ന സഹാബത്തിനെ നോക്കി ഹൃദയം പൊട്ടി ആ പ്രവാചകൻ അവസാനം പറഞ്ഞ വാക്ക്, മൻ കുൻത ജനബത്തുലഹു വഹറൻ ഫഹാദാ വഹരി. മുഹമ്മദ് കാരണം നിങ്ങളെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ പെരടിക്ക് തല്ലിയാലും ഒതുക്കുന്ന പർദ്ദയെ ഓതിട്ട ഖുർആനോ ചെയ്ത ഹജ്ജോ നാളെ പടച്ചോ മണ്ണിന്റെ അടി തരൂലാന്ന് പഠിപ്പിച്ച മതം. അതുകൊണ്ട് തന്നെ ഇന്ന് വിവാഹിതനാകുന്ന ഇജാസ് മുഹമ്മദിനും ദിൽഷക്കും മനസ്സമാധാനത്തോടെ ജീവിക്കണം. ഈ 2 മക്കൾ മാത്രം പടച്ചോനെ ഭയപ്പെട്ടാ പോരാ. കയറി വരുന്ന ദിൽഷ എന്ന പെൺകുട്ടിയെ സ്വന്തം മകളെ പോലെ പിയാപ്പന്റെ കുടുംബത്തിന് കാണാൻ പറ്റണം. ഒരു വാപ്പാന്റെ കൈ പിടിച്ചിറക്കിക്കൊണ്ടുവരുന്ന പെൺകുട്ടിയെ അവളെ കുടുംബം നോക്കിയതിനേക്കാൾ ഭംഗിയിൽ ഞാൻ നോക്കും എന്നൊരു വാപ്പ കാണുകൊടുക്കുന്ന കരാറാ നിക്കാഹ്. കബിൽതു, ഞാൻ അത് അംഗീകരിച്ചിരിക്കുന്നു എന്ന വാക്കിന്റെ പൊരുൾ കൈപിടിച്ചു കൊടുക്കുന്ന വാപ്പാക്ക് പറയാൻ പറ്റണം, നിന്റെ ദിൽഷനെ കൊണ്ടൊരിക്കലും എന്റെ കണ്ണു നിറയൂല എന്നൊരാണിന്റെ കൈ പിടിച്ചു കൊടുക്കുന്ന വാക്കാ കരാറ്. അമറല്ലാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോരുത്തരും കുടുംബത്തിൽ അവനവന്റെ സ്വഭാവം നന്നാക്കിയ എല്ലാ കുടുംബവും സ്വൈര്യത്തില. അതിനു പകരം നിറം നോക്കിയും തറവാട് നോക്കിയും കൊലം നോക്കിയും പവർ നോക്കിയും ഒരാളെ മനസ്സെങ്കിലും നമ്മൾ കാരണം സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരു കണ്ണെങ്കിലും നമ്മളെ നാവ് കാരണം കരഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു മനസ്സെങ്കിലും നമ്മളെ പെരുമാറ്റം കൊണ്ട് വേദനിച്ചിട്ടുണ്ടെങ്കിൽ, മനുഷ്യരെ നിങ്ങളെ തൗബ പോലും പടച്ച റബ്ബ് സ്വീകരിക്കില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബന്ധങ്ങളും തകരാതെ കൊണ്ടു നടക്കാൻ പഠിക്കണം. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. അതുകൊണ്ട് ഇനി ഞാൻ സംസാരിക്കുന്നത് ഇജാസ് മുഹമ്മദിനോടും മുഴുവൻ ഭർത്താക്കന്മാരോടുമാണ്. ആരാ ഏറ്റവും നല്ല ആണ്? ഒരാണിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി അവന്റെ പെണ്ണിന്റെ മുഖത്തുള്ള സമാധാനമാണ്. നമുക്ക് വേണ്ടി നമ്മൾ പെണ്ണ് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ അടുത്തില്ലാതെ അവൾ തുറക്കം വരുന്നില്ലെങ്കിൽ, ഓരോ വക്തിനും നിസ്കാരപ്പടത്തുനിന്ന് പടച്ചോന്റെ നേരെ കൈനീട്ടുമ്പോ, റബ്ബേ നിന്റെ പിയ്യാപ്പിളന്റെ അരക്കിപ്പിക്കുന്നതിന്റെ മുൻപ് എന്നെ കൊണ്ടുപോയിക്കട്ടോ, എനിക്കിന്റെ പിയ്യാപ്പിളല്ലാണ്ട് പറ്റൂല പടച്ചോനെ എന്നെനക്ക് വേണ്ടി എന്റെ പെണ്ണ് പടച്ചോനോട് ദ്വാരക്കുന്നുണ്ട്. ഈ ആണാ നബി തങ്ങൾ അതേ പറഞ്ഞിട്ടുള്ളൂ, ഖിയാറുക്കും അഹ്സനുക്കും ലിനിസാഇക്കും. ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാണ്. ഒരു നട്ടുച്ച നേരത്ത് റസൂലുള്ള വീട്ടിലേക്ക് കയറി വന്നപ്പോ കണ്ടത് മാവിൽ വെള്ളമൊഴിച്ച് അരികിൽ കടന്നുറങ്ങിപ്പോയ ഭാര്യ ആയിഷ ബീവിനെ. ഒരക്ഷരം ശബ്ദിക്കാതെ മാവ് കുഴച്ച് റൊട്ടി ചുട്ട് ആ ചുടുറൊട്ടിയെടുത്ത് ആയിഷ ബീവിന്റെ തട്ടി വിളിച്ചപ്പോ ഞെട്ടിയെഴുന്നേറ്റ് ആയിഷ ബീവി പൊട്ടിക്കരയാൻ തുടങ്ങി. ആ കരച്ചിലിന്റെ കുറ്റബോധം എന്തിനെന്ന് മനസ്സിലാക്കുന്ന നബി തങ്ങള് പിന്നെ പെട്ടെന്ന് ചെയ്യുന്നത് കുടിക്കാൻ അവിടെ വെച്ചിരുന്ന പൂജയിലെ വെള്ളമെടുത്ത് ആയിഷ ബീവിന്റെ ചുണ്ടക്ക് വെച്ചിട്ട് പറഞ്ഞു, നീ കുടിക്കുമോളെ ആയിഷ. കണ്ണുനീരോടെ ചുണ്ട് വെച്ച് കുടിച്ച് ആ പൂജ മാറ്റിയപ്പോ ആ ചുണ്ടിന്റെ മനവ് പൂജയുടെ വക്കിൽ നബി തങ്ങൾ കണ്ടു. അതേ വക്കിലേക്ക് സ്വന്തം ചുണ്ട് വെച്ച് വെള്ളം കുടിച്ച് തന്റെ പ്രിയതമയുടെ മനസ്സൊന്ന് തണുപ്പിക്കാൻ നബി തങ്ങൾ ശ്രമിച്ചപ്പോ ആ സ്നേഹത്തിന്റെ മുൻപിൽ സങ്കടം കൊണ്ട് വീർപ്പുമുട്ടിക്കരയുന്ന ആയിഷ ബീവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് റസൂലുള്ള പറഞ്ഞു, ആയിഷ, നിന്നേക്കാൾ മനോഹരമായതൊന്നും പടച്ചോൻ എനിക്ക് തന്നിട്ടില്ല ആയിഷ. ഇതാ പരിഗണന, ഇതാ കുടുംബം. ഇത് സ്വന്തം വീട്ടിലെ പെണ്ണ് ആഗ്രഹിച്ചോണ്ട് ഒരാണിന്റെ കൂടെ പോരുന്ന് 10-22 കൊല്ലം രാജകുമാരിയെ പോലെ ഒരു ബാപ്പയുടെയും നോക്കിയ പെൺകുട്ടിനെ എനിക്ക് കുടുംബം ഉണ്ടാക്കാനും എന്റെ മക്കളെ പ്രസവിക്കാനും എന്റെ കാര്യം നോക്കാനും ഇറങ്ങിപ്പോരുന്നുണ്ടെങ്കിൽ ആ പെണ്ണിനെ നാളെ പരലോകത്ത് സ്വർഗത്തിൽ എന്റെ കൈമക്കാണെന്നുള്ള ഒരു ബാപ്പാന്റെ സ്വപ്നം. ആ ഒരു സ്വപ്നം പൂർത്തീകരിക്കാൻ പടച്ചോൻ ഏൽപ്പിച്ചതാണെങ്കിൽ ആ ഭംഗിയിലും സൂക്ഷ്മതയിലും സ്വന്തം പെണ്ണിനെ പടച്ചോന്റെ അടുത്ത് തിരിച്ചെത്തിക്കാൻ സഹോദരൻ ഇജാസിന് സാധിക്കണം. ക്ഷമയും പക്വതയുമുള്ള നല്ലൊരു ഭർത്താവാകാൻ അള്ളാഹു ഇജാസ് അഹമ്മദ് മുഹമ്മദിനെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടെ സഹോദരി ദിൽഷയോടും മുഴുവൻ പെങ്ങന്മാരായ അമ്മാരോടും, ആരമ്മാരെ നല്ല പെണ്ണ്, വിവരമില്ലാത്ത ഇന്നത്തെ ചില ആണുങ്ങളും ചില പെണ്ണുങ്ങളും സ്ത്രീയെ അളക്കുന്നത് ഉടുത്ത വസ്ത്രത്തിന്റെ പവർ കണ്ടിട്ടും ധരിച്ച ആഭരണത്തിന്റെ ഭംഗി കണ്ടിട്ടും പിന്നെ പുട്ടിട്ട് വെളുപ്പിച്ച മുഖവും ചോപ്പിച്ച ചുണ്ടും അത് കണ്ടിട്ട് ആ ഒരുത്തൻ നിങ്ങളെ നോക്കുന്നതെങ്കിൽ ഓൻ പൊട്ടനായതുകൊണ്ടാണ്. പെണ്ണിന്റെ മൊഞ്ചോള മനസ്സിനാണ്, അതോളെ ഭർത്താവിന് അവകാശപ്പെട്ടതാ. ഒരു വാപ്പാന്റെ കയ്യിൽ നിന്നൊരാണിന്റെ കയ്യിലേക്ക് പോകുമ്പോ ആ കുടുംബത്തിന്റെ വളക്കായി മാറാനാ ഓരോ പെണ്ണിനോടും പടച്ചറ ഓർമ്മപ്പെടുത്തുന്നു. നല്ല പെണ്ണെന്നാൽ
കെട്ടിയവന്റെ മനസ്സറിഞ്ഞ് ജീവിക്കുന്ന പെണ്ണ, അവന്റെ സങ്കടം മനസ്സിലാക്കുന്ന പെണ്ണ, അവന്റെ വരുമാനം തിരിച്ചറിഞ്ഞ് ആ കുടുംബത്തെ പടച്ചൊന്റെ അടുത്തേക്ക് തിരിച്ചുകൊണ്ടുപോകുന്ന പെണ്ണ.